വനവകുപ്പ് അടച്ചുപൂട്ടിയ കാന്തല്ലൂർ സേതുപാർവതീപുരം റോഡ് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകണമെന്ന ആവശ്യം ശക്തമായി. 5 വർഷം മുമ്പാണ് പൊതുമരാമത്തിന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന റോഡ് വനവകുപ്പിന്റെ കൈവശമായത്. പിന്നീട് നാട്ടുകാരുടെ സഞ്ചാരം തടഞ്ഞ വനവകുപ്പ് ഇവിടെ ടിക്കറ്റ് വെച്ച് ടൂറിസത്തിലൂടെ വരുമാനം ഉണ്ടാക്കുകയാണെന്ന് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇവിടെ സഞ്ചാരികൾക്ക് പ്രവേശിക്കാൻ ആളൊന്നിന് 300 രൂപ ഫീസ് വാങ്ങിയാണ് വനവകുപ്പ് ടൂറിസം പദ്ധതി നടപ്പാക്കുന്നതെന്നാണ് പരാതി. ഇതിനെതിരെ കാന്തല്ലൂർ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PT തങ്കച്ചൻ, പൊതുപ്രവർത്തകരായ സിജോ ജോസഫ്, കോയ അമ്പാട്ട് എന്നിവരുടെ നേതൃത്വത്തിൽ മനുഷ്യാവകാശ കമ്മീഷന് മുന്നിൽ സമർപ്പിച്ച മാസ് പെറ്റീഷന്റെ അടിസ്ഥാനത്തിൽ ദേവികുളം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ സംയുക്ത റോഡ് പരിശോധന നടത്തി. ഇത് റവന്യൂ ഭൂമിയാണെന്ന് പൊതുമരാമത്ത് വകുപ്പിന് കൈമാറിയ ഭൂമിയാണെന്നും കണ്ടെത്തി. പഞ്ചായത്തുകൾ തമ്മിൽ ഏറ്റവും അടുത്ത ദൂരം കുറവായിട്ട് ബന്ധിപ്പിക്കാനുള്ള റോഡാണ്. കാരണം വട്ടവടയ്ക്കും കാന്തല്ലൂരായിട്ട് 35 കിലോമീറ്റർ ദൂരമേ മാത്രമേ ഉള്ളൂ. മാട്ടുപ്പെട്ടിയുടെ പ്രദേശത്ത് 16 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഈ പഞ്ചായത്തിലേക്ക്. കാന്തല്ലൂർ പഞ്ചായത്തിനും ഈ 3 പഞ്ചായത്തിൽ ജനങ്ങൾക്ക് ഏറ്റവും അടുത്ത് തന്നെ ആശുപത്രിയും സ്കൂളുമായിട്ട് ബന്ധപ്പെടുവാനായിട്ടും ഈ സേതുപാർവതി റോഡ് വളരെ അത്യാവശ്യമായ കാര്യങ്ങളാണ്. അവിടെ നിരവധിയായ ആദിവാസികളാണ് താമസിക്കുന്നത്. ഈ ഗ്രാമത്തിൽ പഴയ ആൾക്ക് ഇത് 1958 കൂടെ ബസ് ഓടിയിരുന്നാണ്, മിനി വാൻ ഓടിക്കൊണ്ടിരുന്ന റോഡാണ്. അപ്പോൾ അന്ന് യാത്ര ചെയ്യാനായിട്ട് ആകെ 1-2 വാൻ മാത്രം അതിൽ ഓടിക്കൊണ്ടിരുന്നുള്ളൂ. അത്തരത്തിലുള്ള ഒരു റോഡ് ടാറിംഗ് റോഡായിരുന്നു അന്ന്. കാലക്രമേണ PWD വർക്ക് ചെയ്ത രേഖകളും ഡിപ്പാർട്ട്മെന്റ് PWD വർക്കിന്റെ എല്ലാ രേഖകളും ഞങ്ങൾ ഹാജരാക്കിയിട്ടുണ്ട്. 1927 മുതലുള്ള ഈ റോഡിന്റെ രേഖകളും കണ്ടെത്തിയിട്ടുണ്ട്. വട്ടവട, ദേവികുളം, കാന്തല്ലൂർ പഞ്ചായത്തുകളെ എളുപ്പമാർഗത്തിൽ ബന്ധിപ്പിക്കുന്ന റോഡാണിത്. 3 പഞ്ചായത്തുകളിലെയും മൂന്നാർ ഭാഗത്തേക്കുമുള്ള ആയിരക്കണക്കിന് ആളുകൾക്ക് നിത്യേനയുള്ള ആവശ്യങ്ങൾക്കായി ആശ്രയിച്ചിരുന്ന റോഡാണിത്. ഈ റോഡിന്റെ അഭാവത്തിൽ 135 കിലോമീറ്ററോളം ചുറ്റിക്കറങ്ങേണ്ടി വരുന്ന സ്ഥിതിയാണുള്ളത്. കോളേജ്, ആശുപത്രി സൌകര്യമുള്ള വട്ടവട, ദേവികുളം പഞ്ചായത്ത് നിവാസികൾ കേവലം 35 കിലോമീറ്റർ യാത്രയ്ക്ക് പകരം 135 കിലോമീറ്റർ യാത്ര ചെയ്യണം. 15ഓളം ഉന്നതികളിലെ ആളുകൾ അനുഭവിക്കുന്ന ദുരാവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിന് ശനിയാഴ്ച നടന്ന സംയുക്ത പരിശോധനയിൽ വനംവകുപ്പിന്റെ നിലപാടിനെ എല്ലാവരും എതിർത്തു. റോഡിന്റെ അടിയന്തര പ്രാധാന്യം സബ് കളക്ടർ ഉൾപ്പെടെയുള്ളവരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നും ഈ സാഹചര്യത്തിൽ മനുഷ്യാവകാശ ലംഘനം നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന വനവകുപ്പിന്റെ കടുംപിടുത്തം അവസാനിപ്പിക്കണമെന്നും റവന്യൂ രേഖകളിൽ റവന്യൂ ലാൻഡായി കിടക്കുന്ന ഈ റോഡ് എത്രയും വേഗം തുറന്ന് ജനങ്ങൾക്ക് നൽകണമെന്നും പരാതിക്കാർ ആവശ്യപ്പെടുന്നു. കേരള 1 മലയാളം, ഇടുക്കി.